സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുന്നതിൽ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കും. സ്വകാര്യ സർവകലാശാല ബില്ലാണ് മന്ത്രിസഭ പരിഗണിക്കുക. ബില്ലിലൂടെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം ഉൾപ്പെടെ നടത്താൻ സ്വകാര്യ മേഖലയ്ക്ക് അനുമതി ലഭിക്കും. തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജ് ചേരുന്നു. അർജുൻ, വിവരങ്ങൾ പറയും. നേരത്തെ തന്നെ CPM ഇക്കാര്യത്തിൽ ഒരു നയപരമായിട്ടുള്ള മാറ്റത്തിലേക്ക് എത്തിയിരുന്നു. അതായത് സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ ആകാം എന്നതായിരുന്നു സർക്കാരിന്റെ CPMന്റെ നിലപാട്. മുൻപ് അതായിരുന്നില്ല. സ്വകാര്യവൽക്കരണത്തെ, വിദ്യാഭ്യാസ മേഖല സ്വകാര്യവൽക്കരണത്തെ CPM എതിർക്കുന്ന മുന്നണി പാർട്ടിയായിരുന്നു. പിന്നീടാണ് കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിലാണ് ഇത്തരത്തിലൊരു തിരുത്ത് പാർട്ടിക്കകത്ത് ഉണ്ടാകുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരാനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതൊരു കരട് ബില്ലായി പരിഗണനയ്ക്ക് വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി നൽകാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കാനുള്ള സാധ്യതയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം അടക്കം നടത്താൻ അവകാശം നൽകുന്ന തരത്തിലേക്കുള്ള ഒരു മാറ്റത്തിലേക്ക് സ്വകാര്യ വിദ്യാഭ്യാസ മേഖല മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അധ്യാപകർക്കായി സർക്കാർ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കും. അതേ സമയത്ത് തന്നെ ഈ ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്ത് നിയന്ത്രണം ഉണ്ടാകില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഈ സർവകലാശാലകൾക്ക് തന്നെ ഈടാക്കാവുന്ന തരത്തിലേക്കായിരിക്കും ഈ തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത്. ഇതിനായി പ്രധാനപ്പെട്ടത് മികച്ച ട്രാക്ക് റെക്കോർഡുകളുള്ള ഏജൻസികളെയാകും സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാൻ പരിഗണിക്കുന്നത്. ഇതിനായി സർവകലാശാല സ്പോൺസറിംഗ് ഏജൻസി സർക്കാരിന് അപേക്ഷ സമർപ്പിച്ചുകൊണ്ടായിരിക്കും ഇതിന്റെ പ്രോസസ് ഒക്കെ നടക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ മറ്റ് ഘടകകക്ഷികളുടെയൊക്കെ നിലപാട് എന്താണെന്നുള്ളത് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് CPI ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഈ സ്വകാര്യ വൽക്കരണത്തെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കുന്നതിനെ ഏത് രീതിയിൽ നോക്കിക്കാണുന്നു എന്നുള്ളത് പ്രധാനമാണ്. അവരെന്ത് നിലപാടെടുക്കുമെന്നുള്ളതും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ അറിയാം. അതേ സമയത്ത് തന്നെ CPM ഇക്കാര്യത്തിൽ സ്വകാര്യ സർവകലാശാലകളാകാം എന്ന തീരുമാനം എടുത്തു കഴിഞ്ഞു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം പരിഗണനയ്ക്ക് വരുന്നത്. അതാണ് സ്വകാര്യ സർവകലാശാല ബിൽ ഇന്ന് മന്ത്രിസഭയുടെ പരിഗണനയിൽ വരികയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജാണ് വിശദാംശങ്ങൾ നൽകിയത്.